ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരാണ് അമേരിക്ക. അവർ ശുദ്ധീകരിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 40% മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അതിൽ തന്നെ വളരെ ചെറിയൊരു ഭാഗമാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ എത്തുന്നത്. എന്നിട്ടും ഇറാനെ സംഘർഷത്തിലേക്ക് വലിച്ചിടുമ്പോഴെല്ലാം ഏറ്റവും അധികം വില കൊടുക്കേണ്ടി വരുന്നത് അമേരിക്കയിലെ സാധാരണക്കാരാണ്. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കമെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ശരിക്കും സമ്മർദ്ദം അനുഭവിക്കുന്നത് അമേരിക്കക്കാരാണ്. അതെന്താണ് അങ്ങനെ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനിൽ സംഘർഷമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് അമേരിക്കയിലെ സാധാരണക്കാരനെ അത് ബാധിക്കുന്നത്? ഇതിനുള്ള ഉത്തരം കിടക്കുന്നത് ആഗോള എണ്ണ വിപണിയുടെ പ്രവർത്തന രീതിയിലാണ്. എണ്ണയുടെ വില നിശ്ചയിക്കുന്നത് ദേശീയ തലത്തിലല്ല, ആഗോള തലത്തിലാണ് എന്നതാണ് അതിനായി ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാന പാഠം. നിലവിലെ സാഹചര്യത്തിൽ ഇറാനിൽ ആക്രമണം നടത്തിയാൽ അത് ഹോർമൂസ് കടലിടുക്കിനെയും ബാധിക്കും. അതായത് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/5 ഭാഗവും കടന്നുപോകുന്ന കടൽപാതയെ. ആഗോള എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാക്കുന്നത് വിപണിയെയും ഭീഷണിയിലാക്കും. അതോടെ ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവ ഉൾപ്പെടെ ഗൾഫിൽ നിന്നുള്ള എണ്ണയെ വളരെയധികം ആശ്രയിക്കുന്ന രാജ്യങ്ങൾ ബദൽ വിതരണക്കാരെ തിരയാൻ ആരംഭിക്കും. അതുവഴി പശ്ചിമേഷ്യയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള അമേരിക്ക ഉൾപ്പെടെ എല്ലായിടത്തും അസംസ്കൃത എണ്ണയുടെ വില ഉയരുകയും ചെയ്യും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്ന അമേരിക്ക ഇങ്ങനെ ഉണ്ടാകുന്ന ആഘാതം ലഘൂകരിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ അടിയന്തര എണ്ണശേഖരമായ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിനെയാണ് ആശ്രയിച്ചിരുന്നത്. 1973 എണ്ണ പ്രതിസന്ധിക്ക് ശേഷമാണ് ഇത്തരമൊരു കരുതൽ ശേഖര സംവിധാനം അമേരിക്ക ആരംഭിക്കുന്നത്. യുദ്ധങ്ങൾ, വിതരണ തടസ്സങ്ങൾ, ഭൗമരാഷ്ട്രീയ ആഘാതങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ ഈ ശേഖരത്തിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ബാരലുകൾ അവർ വിപണിയിലേക്ക് ഒഴുക്കും. ഇതുവഴി എണ്ണക്ഷാമത്തെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താനും എണ്ണവില പിടിച്ചു നിർത്താനും അമേരിക്കയ്ക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹോർമൂസ് അടിക്കടി സംഘർഷ മേഖലയായി മാറിയതോടെ അമേരിക്കയുടെ അടിയന്തര കരുതൽ ശേഖരവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 1983 ശേഷം ശേഖരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ അളവിലാണ് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശവും പശ്ചിമേഷ്യൻ സംഘർഷവുമാണ് ഇതിന് കാരണം. ഇതോടെ സമീപഭാവിയിൽ വീണ്ടും ഒരു സംഘർഷമുണ്ടായാൽ എണ്ണ വിപണിയെ സഹായിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ആഘാതം ഇന്ധന പമ്പുകളിൽ മാത്രമല്ല അമേരിക്കയിൽ അനുഭവപ്പെടുക. എണ്ണവിലയിലെ വർധനവുണ്ടാകുന്നതോടെ വിമാന കമ്പനികൾക്കും ആ സമ്മർദ്ദം നേരിടേണ്ടി വരും. ചരക്ക് ഗതാഗതത്തിന് കൂടുതൽ പണം ആവശ്യമായി വരും. ആ അധിക ചെലവുകൾ ഒടുവിൽ പലചരക്ക് ബില്ലുകളും വിമാന ടിക്കറ്റുകളും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലുമാകും അനുഭവപ്പെടുക. ചുരുക്കത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു വശത്താണ് കിടക്കുന്നത് എങ്കിലും ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരാണെങ്കിലും ഇറാൻ ഹോർമൂസ് അടച്ചാൽ അതിന്റെ പ്രതിഫലനം അമേരിക്കയിലും അനുഭവപ്പെടും. ട്രംപ് പറയും പോലെ ഇറാനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത് എങ്കിലും അതിന്റെ വില കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് അമേരിക്കയിലെ സാധാരണക്കാരാണ് എന്ന വിരോധാഭാസമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇതിനെ കണ്ടില്ലെന്ന് നടിക്കാനാകട്ടെ ട്രംപ് ഭരണകൂടത്തിന് പ്രയാസവുമാണ്. കാരണം ഈ വരുന്ന നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അമേരിക്കയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുമെന്ന് അവകാശപ്പെട്ട് അധികാരത്തിൽ വന്നയാളാണ് ട്രംപ്. അതിനാൽ തന്നെ ട്രംപിന് നേരിടാനുള്ളത് കടുത്ത അഗ്നി പരീക്ഷയാണ്.